മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഉത്രാടം 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം 1, 2 പാദങ്ങളടങ്ങുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വർഷം 2025 ജനുവരി 28 ശുക്രൻ കുംഭം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ശുക്രൻ്റെ ഈ രാശിമാറ്റം മകരം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത്. ശുക്രൻ നിങ്ങളുടെ 5ഉം 10ഉം ഭാവങ്ങളുടെ അധിപനാണ്. രാശി മാറുന്നത് തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലേക്കാണ്. ഇത് നിങ്ങളുടെ 3ാം ഭാവമാണ്. ഇവിടെ ശുക്രൻ മെയ് 31 വരെ നിൽക്കുന്നതുമായിരിക്കും. സാധാരണ 28 ദിവസം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രൻ മീനത്തിൽ 4 മാസത്തോളം നിൽക്കുന്നതായിരിക്കും. അതായത് ഏകദേശം 125 ദിവസങ്ങളോളം ശുക്രൻ ഉച്ചസ്ഥാനത്തായിരിക്കും നിൽക്കുന്നത്. ഇതിനിടയ്ക്ക് മാർച്ച് 2 ശുക്രൻ വക്രഗതിയിലാകുന്നതായിരിക്കും. പിന്നീട് ഏപ്രിൽ 13 മുതൽ വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കാനും തുടങ്ങുന്നതായിരിക്കും. അങ്ങനെ ഏകദേശം 43 ദിവസം ശുക്രൻ വക്രഗതിയിലും സഞ്ചരിക്കുന്നതായിരിക്കും. ശുക്രൻ ധനം, സമ്പത്ത്, ഐശ്വര്യം, സന്താനം, സുഖഭോഗവിലാസങ്ങൾ, ആർഭാട വസ്തുക്കൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ശുക്രൻ്റെ ഈ രാശിമാറ്റം മകരം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും, എന്തെല്ലാം ശുഭ അശുഭ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ശുക്രൻ നിങ്ങളുടെ 3ാം ഭാവത്തിലേക്കാണല്ലോ പ്രവേശിക്കുന്നത്. 3ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ കമ്മ്യൂണിക്കേഷൻ, കല, സംഗീതം, അഭിനയം, നൃത്യം, സാഹിത്യം എന്നീ ഫീൽഡിലുള്ളവർക്ക് പ്രശസ്തിയും സാമ്പത്തിക നേട്ടങ്ങളും മറ്റും വരാൻ ഇടയാക്കുന്നതായിരിക്കും. ശുക്രൻ 3ൽ ഉച്ചസ്ഥനായി നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ സംസാരത്തിലൊരു മധുരിമ ഉണ്ടാകുന്നതും അത് മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ ഇടയാക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അയൽപക്കക്കാർ, സഹപ്രവർത്തകർ എന്നിവരുമായി നല്ല ബോണ്ടിങ് ഉണ്ടാകുന്നതുമായിരിക്കും. ഈ സമയത്ത് ഹ്രസ്വദൂര യാത്രകൾ ചെയ്യുന്നതും അതിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. നിങ്ങളുടെ ആത്മധൈര്യത്തിലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലും വർധന ഉണ്ടാകുന്നതുമായിരിക്കും. ശുക്രൻ നിങ്ങളുടെ 5ാം ഭാവത്തിൻ്റെയും അധിപനാണ്. ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ നല്ല സമയമായിരിക്കും. പഠനത്തിൽ ശ്രദ്ധ പുലർത്തുന്നതും പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുന്നതുമായിരിക്കും. ലവ് റിലേഷനിലുള്ളവർക്കും ഇത് ശുഭസമയമായിരിക്കും. ഈ സമയത്ത് സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും. ശുക്രൻ കർമ്മസ്ഥാനമായ 10ാം ഭാവത്തിൻ്റെയും അധിപനാണ്. ഈ സമയത്ത് ഓഫീസിലും മറ്റ് പ്രശ്നങ്ങളും ഉള്ളവർക്ക് അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. കർമ്മരംഗത്ത് പല നേട്ടങ്ങളും ഉണ്ടാകുന്നതുമാണ്. ജനുവരി 28 ശുക്രൻ മീനത്തിലേക്ക് പ്രവേശിക്കുന്നത് ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 4ാം പാദത്തിലേക്കാണ്. ഈ സമയത്ത് ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഗുരു 12, 3 ഭാവങ്ങളുടെ അധിപനാണ്. 3, 5 ഭാവങ്ങളുടെ ഫലങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഗുരു 12ാം ഭാവത്തിൻ്റെ അധിപനാണ്. ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. ഫെബ്രുവരി 1 ശുക്രൻ ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിലേക്ക് രാശി മാറുന്നതായിരിക്കും. ശനി നിങ്ങളുടെ രാശിയുടെ അധിപനാണ്. അതോടൊപ്പം ധനസ്ഥാനമായ 2ാം ഭാവത്തിൻ്റെയും അധിപനാണ്.
നിൽക്കുന്നതും 2-ാം ഭാവത്തിലാണ്. ഇത് ശനിയുടെ മൂലത്രികോണ സ്ഥാനവുമാണ്. ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും. ശനിയുടെ ശുഭഫലങ്ങൾ ശുക്രൻ മുഖാന്തരം ലഭിക്കുന്നതുമായിരിക്കും. പൈസ കുറച്ചൊക്കെ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ലഭിക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് കുടുംബാന്തരീക്ഷം നല്ലതായിരിക്കും. നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു സൗമ്യത ഉണ്ടാകുന്നതും അത് മറ്റുള്ളവരെ ആകർഷിക്കുന്നതുമായിരിക്കും. മാർച്ച് 2-ാം തീയതി ശുക്രൻ വക്രഗതിയിലാകുന്നതായിരിക്കും. ഈ സമയത്ത് ശുക്രൻ്റെ ഫലങ്ങൾ കുറയുന്നതും അത് കുറച്ച് താമസിച്ചും ആയിരിക്കും ലഭിക്കുന്നത്. അതിനാൽ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ. ഇങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് മാർച്ച് 31-ാം തീയതി തിരിച്ച് ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരുരുട്ടാതിയിൽ പ്രവേശിക്കുന്നതായിരിക്കും. ഈ സമയത്ത് ഗുരു നേരെ സഞ്ചരിക്കുന്നതിനാൽ ഗുരുവിൻ്റെ പൂർണ്ണ ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ഏപ്രിൽ 13-ാം തീയതി ശുക്രൻ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതും ഏപ്രിൽ 25-ാം തീയതി വീണ്ടും തിരിച്ച് ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിൽ പ്രവേശിക്കുന്നതുമായിരിക്കും. പക്ഷേ അപ്പോഴേക്കും ശനി കുംഭത്തിൽ നിന്നും മീനത്തിലേക്ക് രാശി മാറിയിരിക്കും. അതായത് മാർച്ച് 29-ാം തീയതിയാണല്ലോ ശനിയുടെ മീനത്തിലേക്കുള്ള രാശിമാറ്റം. ഇതോടെ മകരം രാശിക്കാരുടെ 7.5 ശനിയും അവസാനിക്കുന്നതായിരിക്കും. കഴിഞ്ഞ 7-8 വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന കഷ്ടതകളിൽ നിന്നും ആശ്വാസം ലഭിക്കുവാനും തുടങ്ങുന്നതായിരിക്കും. മുറിവുകൾ ഉണങ്ങാൻ സമയമെടുക്കുമെങ്കിലും മാനസിക ശാന്തി അനുഭവപ്പെടാൻ തുടങ്ങുന്നതായിരിക്കും. ഈ സമയത്ത് 3-ാം ഭാവത്തിൽ രാഹു, ശുക്രൻ, ശനി എന്നീ 3 ഗ്രഹങ്ങൾ ഒന്നിച്ചായിരിക്കും നിൽക്കുന്നത്. മെയ് 16-ാം തീയതി ശുക്രൻ ബുധൻ്റെ ആധിപത്യത്തിലുള്ള രേവതി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും. ഈ സമയത്ത് ബുധൻ നിങ്ങളുടെ 4ഉം 5ഉം ഭാവങ്ങളായ മേടം, ഇടവം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. ബുധൻ നിങ്ങളുടെ 6ഉം 9ഉം ഭാവങ്ങളുടെ അധിപനാണ്. ബുധൻ്റെ ശുഭഫലങ്ങൾ ശുക്രൻ മുഖാന്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ബുധനും ശുക്രനും മിത്രഗ്രഹങ്ങളാണ്. ഈ സമയത്ത് 4ഉം 5ഉം ഭാവങ്ങൾ ആക്ടിവേറ്റ് ആകുന്നതായിരിക്കും. 4-ാം ഭാവം സുഖസ്ഥാനമാണല്ലോ. ശുക്രൻ ഇതിൻ്റെ എല്ലാം കാരകനുമാണ്. ഇത് ഭൂമി, ഭവനം, പ്രോപ്പർട്ടി, വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങൾ ചെയ്യുന്നവർക്ക് നല്ല ലാഭസ്ഥിതികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. പുതിയ വീട്, വാഹനം എന്നിവ വാങ്ങാനും യോഗമുണ്ടാകുന്നതാണ്. മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ അനുഭവിച്ചിരുന്ന വിഷമങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. ബുധൻ ഭാഗ്യസ്ഥാനാധിപനുമാണല്ലോ. ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നല്ലതാകുവാൻ ബുധനെ ശുക്രൻ സഹായിക്കുന്നതുമായിരിക്കും. ദൂരയാത്രകൾ ചെയ്യുന്നതും അതിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് സമയം വളരെ അനുകൂലമായിരിക്കും. മെയ് 18-ാം തീയതി രാഹു മീനത്തിൽ നിന്നും കുംഭത്തിലേക്കും, മെയ് 31-ാം തീയതി ശുക്രൻ മീനത്തിൽ നിന്നും മേടത്തിലേക്കും രാശി മാറുന്നതായിരിക്കും. ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ പിന്നീട് ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.